നമുക്കറിയാം ഇന്ന് ബിഗ് ബോസ് രണ്ടാമത്തെ ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഒരു ദയവുമില്ലാതെ കഴിഞ്ഞ ആഴ്ച വീക്കെൻഡ് എപ്പിസോഡിലെ ആദ്യ ദിവസം തന്നെ നമ്മുടെ മുൻഷി രഞ്ജിത്തിനെ ബിഗ് ബോസ് പുറത്താക്കിയതാണ്, വോട്ട് അടിസ്ഥാനത്തിൽ കുറവായത് കൊണ്ട് തന്നെ. ഇത്തവണ ഒരാളാണോ രണ്ടാളാണോ പുറത്തു പോകുന്നത് എന്നുള്ള സംശയം പല ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർക്കുണ്ട്. 11 പേരാണ് എവിക്ഷൻ പ്രക്രിയ നേരിട്ട് വോട്ടിനായി അപേക്ഷിക്കുന്ന മത്സരാർത്ഥികൾ. ഈ 11 പേരിൽ ആരൊക്കെയാണ് പുറത്തേക്ക് പോകാനുള്ള സാധ്യത എന്നത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഒരിക്കലും അത് കറക്റ്റായിക്കൊള്ളണമെന്നില്ല, എന്തായാലും ഒരു സാധ്യത നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് ആ കാര്യത്തിലേക്ക് നോക്കാം. ഇത്തവണ ഈ ആഴ്ച കഴിയുമ്പോൾ കുറച്ച് മുൻതൂക്കമുള്ള മത്സരാർത്ഥി എന്ന് പറയുന്നത് വോട്ടടിസ്ഥാനത്തിൽ ഒക്കെ അല്ലെങ്കിൽ വോട്ട് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള പ്രേക്ഷകർ കൂടുതൽ പിന്തുണയ്ക്കുന്ന മത്സരാർത്ഥിയായി എനിക്ക് തോന്നിയത് ഷാനവാസും അനുമോളും ജിഷേലുമാണ്. ഇവർക്ക് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ സേഫ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയും കൂടെ ഉണ്ട് നിലവിൽ. പിന്നീടുള്ളത് ആര്യൻ, ഡോക്ടർ ബിന്നി, RJ ബിൻസിയാണ്. ഇതിൽ ഡോക്ടർ ബിന്നി സേഫ് ആയിരിക്കും. അത്യാവശ്യം നന്നായിട്ട് ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വോട്ട് കൂടുതൽ കിട്ടിക്കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീടുള്ള ആര്യനാണ്. ആര്യൻ്റെ പെർഫോമൻസ് അത്രത്തോളം വിചാരിച്ച രീതിയിലേക്ക് എത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ RJ ബിൻസിയും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇവർ മൂന്നാളും സേഫ് ആയിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീടുള്ള അക്ബറാണ്. അക്ബറും സേഫ് ആവാനുള്ള സാധ്യതയുള്ളൊരു മത്സരാർത്ഥിയാണ്. വരും ദിവസങ്ങളിലൊക്കെ അക്ബറിൻ്റെ അടുത്ത് നിന്ന് കൂടുതൽ പെർഫോമൻസ് കിട്ടും. അതുകൊണ്ട് തന്നെ അക്ബറിന് നല്ലൊരു പ്രേക്ഷക പിന്തുണ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ സൈറ്റുകളിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ അക്ബറിന് നല്ല പ്രേക്ഷക പിന്തുണ ഉണ്ടെന്നാണ്. പിന്നീട് നെവിനാണ്. നെവിൻ ഒരു തമാശ രീതിയിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ നെവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, എന്നാൽ ഭൂരിപക്ഷം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് നെവിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല. അപ്പാനി ശരത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ആദില നൂറയ്ക്ക് അത്യാവശ്യം പ്രേക്ഷക പിന്തുണയുണ്ട്, സേഫായിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശൈത്യയാണ് പിന്നീട്. ശൈത്യയ്ക്ക് പ്രേക്ഷക പിന്തുണയും അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഈ ആഴ്ചയും ശൈത്യയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ബിഗ് ബോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത്തവണ 2 പേര് പുറത്താവുകയാണെങ്കിൽ മിക്കവാറും അത് നെവിനും ശൈത്യയുമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ അപ്പാന് ശരത്തും ശൈത്യയുമാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. 2 പേര് പുറത്താകുകയാണെങ്കിൽ. ഒരാളാണെങ്കിൽ ശൈത്യ ആയിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നീട് ഇതിലൊക്കെ എന്ത് ട്വിസ്റ്റും മാറി മറിഞ്ഞ് സംഭവിക്കാവുന്നതാണ്. ലാലേട്ടൻ പറഞ്ഞ പോലെ 7ൻ്റെ പണി ഏത് മത്സരാർത്ഥിക്കാണ് ഈ ആഴ്ച കിട്ടുക, ആർക്കാണ് വോട്ട് കുറവ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ആരായിരിക്കും ഈ ആഴ്ച പുറത്തേക്ക് പോകുന്നതെന്ന് നിങ്ങളൊന്ന് ഗസ് രൂപത്തിൽ ഒന്ന് പറയുക.